എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു പലഹാരം പഴം നുറുക്കാണ് ഇന്നത്തെ റെസിപ്പി. വളരെ എളുപ്പത്തിൽ ചെയ്യാം. പഞ്ചസാര ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇന്ന് ഇത് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പഴം നുറുക്ക് തയ്യാറാക്കാൻ എടുക്കേണ്ടത് നന്നായി പഴുത്ത പഴമാണ്. ഇതുപോലെ മുകൾ ഭാഗമൊക്കെ കറുത്ത പഴം എടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടെന്ന് മാത്രമല്ല, അത്യാവശ്യം മധുരം ഉണ്ടാവും ഈ പഴത്തിന്. അതുപോലെ ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടാനും ഈ പഴം തന്നെയാണ് നല്ലത്. പഴം തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഒരുപാട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം എന്നില്ല, ഏതെങ്കിലുമൊക്കെ ഷേപ്പിൽ അങ്ങ് അരിഞ്ഞെടുത്താൽ മതിയാവും. രണ്ട് പഴം കൊണ്ട് തയ്യാറാക്കിയാൽ ഏകദേശം ഒരു 2 പേർക്ക് കഴിക്കാനുള്ളതാണ് ഉണ്ടാവുക. നന്നായി ചൂടായ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യിൽ തന്നെ ചെയ്യണം എന്നില്ല, നെയ്യിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. വെളിച്ചെണ്ണയിലും ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണയാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് മാത്രം ഇളക്കി കൊടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. സാധാരണ നെയ്യിൽ പഴം വാട്ടുന്നത് പോലെ ഇതൊന്ന് വാട്ടിയെടുക്കാം. പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ രണ്ടും ഒരു 10 എണ്ണം വീതമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും ചേർത്ത് കൊടുക്കുക. കൂടുതൽ നട്ട്സൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വേറെ നട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള 1/4 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പഴം അതിലേക്ക് അബ്സോർബ് ആയിക്കോളും. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ പഴത്തിലേക്ക് തേങ്ങാപ്പാലായി നല്ലതുപോലെ മിക്സായി വരും. നല്ലതുപോലെ മിക്സായി ഡ്രൈ ആയതിനു ശേഷം 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സമയത്ത് ചേർക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇനി ഇതിലേക്ക് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് പഞ്ചസാര ചേർക്കാത്തത്. ഇനി കുറച്ച് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 ടീസ്പൂൺ ഹണി അല്ലെങ്കിൽ തേൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം തേൻ ചേർത്ത് കൊടുക്കാൻ. തേൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. പഞ്ചസാരയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റും. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പഴം നുറുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. അതുപോലെ ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ടൊക്കെ വെച്ച് നമുക്ക് ഏത് തരത്തിലും ഇത് കഴിക്കാം. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.